ഹൈദരാബാദിൽ മത്സരിക്കുന്ന ബി.ജെ.പി. സ്ഥാനാർത്ഥി മാധവി ലത മുസ്ലിം വോട്ടർമാരുടെ ബുർക്ക മാറ്റി പരിശോധിച്ചത് വലിയ വിവാദത്തിലേക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്. ആദ്യം മുതലേ വിവാദങ്ങളിലേക്ക് ഇടം പിടിച്ച ഒരു സ്ത്രീ സ്ഥാനാർത്ഥിയാണ് ഈ മാധവി ലത. മാധവി ലത ഒരു സോഷ്യൽ വർക്കർ കൂടിയാണ്. ബി.ജെ.പിയിലെ സ്ട്രോങ് കാൻഡിഡേറ്റ്സിൽ ഒരാളാണ്. ഹൈദരാബാദിൽ അസമുദ്ദീൻ ഒവൈസിക്ക് എതിരെ നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥി. ഇവിടെ ബുർക്ക മാറ്റി പരിശോധിച്ചത് വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അത് ശരിയല്ല. പക്ഷെ എന്തിനാണ് അവർ അത് ചെയ്തതെന്ന് ഒരു ചോദ്യമായിട്ട് തന്നെ ഉയരുകയാണ്. ഇവിടെ അവർ പറയുന്ന പോലെ ആസ് പെർ ദ ലോ പ്രകാരം ഒരു കാൻഡിഡേറ്റിന് വോട്ടർമാരെ പരിശോധിക്കാനുള്ള അവകാശമുണ്ട്. ഇവിടെ യഥാർത്ഥ വോട്ടർമാർ തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അതൊരു കാൻഡിഡേറ്റിന്റെ അപേക്ഷിച്ച് അല്ലെങ്കിൽ അവരെ സംബന്ധിച്ചിട്ട് അവകാശം പറയുന്നുള്ള ഒരു കാര്യമാണ്. ഇവിടെ മാധവി ലതയെ അംഗീകരിക്കാൻ ഒരിക്കലും സാധിക്കില്ല. കാരണം അങ്ങനെയെങ്കിൽ അവര് എല്ലാവരെയും വോട്ടർ ഐ ഡി ഉപയോഗിച്ച് പരിശോധിക്കണമായിരുന്നു. ഇത് എന്തിനാണ് അവർ അങ്ങനെ ചെയ്തതെന്ന് എന്നുള്ളത് ഒരു അവ്യക്തമായിട്ട് തുടരുന്ന ഒന്നാണ്. ഹൈദരാബാദ് എന്ന നഗരത്തിൽ കൂടുതലായിട്ടുള്ള മുസ്ലിംസ് ആണ് അവിടെ ഭൂരിഭാഗം. മുസ്ലിംസ് എല്ലാം ഇതുപോലെയൊന്നും അല്ല നടക്കുന്നത്. എന്നാൽ മുഖവും മൂടി കൈയും മൂടി കണ്ണിന്റെ കൃഷ്ണമണിയുടെ ഭാഗത്ത് മാത്രം കാണാൻ പാകത്തിന് തുണിയിട്ട് നടക്കുന്നവരുമുണ്ട് ധാരാളം. വോട്ട് ചെയ്യാൻ വരുമ്പോഴെങ്കിലും ഇത്തരത്തിലുള്ള മുഖം മറയ്ക്കാതെ വരുന്നതല്ലേ ഉചിതം. ഇവിടെ മതപരമായ നിയമങ്ങൾ പാലിക്കുന്നവരാണ് ഈ ബുർക്ക പോലുള്ള വേഷം ധരിച്ച് നടക്കുന്നത്. ശരിയാണ്, അത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യം തന്നെയാണ്. പക്ഷേ അത്തരത്തിലുള്ള നിയമങ്ങൾ അവർ പാലിക്കുമ്പോൾ വോട്ടർമാർ യഥാർത്ഥ വോട്ടർമാർ ആണോ എന്നുള്ള അവകാശവും സ്ഥാനാർത്ഥിയെ അപേക്ഷിച്ചുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മാധവി ലത വാദിക്കുന്നത്. ബുർക്ക ധരിച്ച് കള്ളവോട്ട് ചെയ്യുന്ന എത്രയോ വോട്ടർമാരെ നമ്മൾ കണ്ടിട്ടുണ്ട്, വാർത്തകളിൽ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അതൊരു സ്ഥാനാർത്ഥിയുടെ അവകാശം തന്നെയാണ്. പിന്നീട് നിർബന്ധിച്ച് ബുർക്ക അഴിപ്പിച്ചു കാണിച്ചു എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. അത് അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒന്നാണ്. കാരണം വ്യക്തമായിട്ട് ആ വീഡിയോ ക്ലിപ്സിൽ അത് കാണിക്കുന്നുണ്ട്. മാധവി ലത ചോദിക്കുമ്പോൾ ആ മുസ്ലിം സ്ത്രീകൾ മുഖപടം മാറ്റി കാണിച്ചു കൊടുക്കുന്നത്. അവിടെ ഒരു ഭീഷണിയുടെ രീതിയൊന്നും ആ വീഡിയോയിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല. ചെറുതായി എവിടെയെങ്കിലും തീപ്പൊരി കത്തിയാൽ അത് ആളി കത്തിക്കുന്നത് മാധ്യമധർമ്മത്തിന്റെ ഭാഗം തന്നെയാണല്ലോ. അതിലൊരു കാര്യവുമില്ല. ആ ദൃശ്യങ്ങളിൽ കാണിച്ച സ്ത്രീകൾക്ക് അതിൽ പരാതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇത് വെറുതെ ഒരു വർഗീയത പുറപ്പെടുവിപ്പിക്കാൻ വേണ്ടി അഴിച്ചുവിടുകയാണ് ചെയ്യുന്നത്. തെറ്റാണ് മാധവി ലത ചെയ്തത്. അതിന് അവര് വ്യക്തമായ ക്ലാരിഫിക്കേഷനും തന്നു കഴിഞ്ഞു. പക്ഷെ ഇത് എന്തിനായിരുന്നു എന്നുള്ളത് ഒരു ചോദ്യം തന്നെയായിട്ട് വരുന്നുണ്ട്. ഇതിനു മുൻപും മാധവിയുടെ മുസ്ലിം വിരുദ്ധത സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ഇവിടെ മാധവി ലതയെ ചോദ്യം ചെയ്യാൻ കഴിയില്ല. കാരണം അവർ നിയമ അടിസ്ഥാനത്തിലാണ് ആ ഒരു പരിശോധന നടത്തിയിരിക്കുന്നത്. അവർക്ക് വ്യക്തമായിട്ട് ഉത്തരങ്ങളുണ്ട്. എന്നാൽ മുഖം മറച്ച് വോട്ട് ചെയ്യാൻ വരുന്നവർ യഥാർത്ഥ വോട്ടർമാരാണോ എന്ന് അറിയാനുള്ള അവകാശം ഒരു സ്ഥാനാർത്ഥിക്കുണ്ട്. ഇവിടെ ഇത് പോളിംഗ് ഉദ്യോഗസ്ഥരാണ് ചെയ്യേണ്ടത്. മുഖം മറച്ചു വരുന്ന വോട്ടർമാരെ പരിശോധിക്കുക എന്നുള്ളത് അവർ ചെയ്തില്ല. എന്നിരുന്നാലും നിയമപ്രകാരമാണ് മാധവി ലത എന്ന ബി.ജെ.പി. കാൻഡിഡേറ്റ് അത് ചെയ്തത് എന്ന് അവകാശപ്പെടുന്നത് എങ്കിൽ കൂടി ഒരു സ്ഥാനാർത്ഥിയും സംബന്ധിച്ചിടത്തോളം ഇത് തെറ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു.